സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുതൽക്കൂട്ടാണ്. പലപ്പോഴും പലർക്കും രക്തബന്ധങ്ങളെക്കാൾ പോലും ഉപകരിക്കുകയും സഹായകമാവുകയും ചെയ്യുന്നത്, താങ്ങാകുന്നത്, തണലാകുന്നത് പലപ്പോഴും സുഹൃത്ത് ബന്ധങ്ങളായിരിക്കും. സുഹൃത്ത് ബന്ധത്തിനോട് പകരം വെക്കാൻ പറ്റിയ മറ്റൊരു ബന്ധവും സത്യത്തിൽ ഇല്ല. പലർക്കും അവരുടെ സുഹൃത്തുക്കളാണ് അവർക്ക് ഏറ്റവും വലുത്. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. കാരണം പലപ്പോഴും പലരുടെയും സ്വഭാവം രൂപീകരണത്തിന് വലിയ പങ്ക് വഹിക്കുന്നത് അവരുടെ സുഹൃത്ത് വലയങ്ങൾ തന്നെയായിരിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, അൽ മറു അല ദീനി ഖലീലിഹി ഫയൻദുർ മൻ യുഖാലിൽ എന്ന്. ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരൻ ഏത് രൂപത്തിലായിരിക്കുമോ, ഏത് സ്വഭാവത്തിന്റെ ഉടമയായിരിക്കുമോ, എത്തരത്തിലുള്ള സ്വഭാവത്തിന്റെ ആളാവോ, അതേപോലെയായിരിക്കും അവനുമായി കൂട്ടുകൂടുന്ന ആളും ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും ആരോടാണ് അവൻ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നത് എന്ന് വ്യക്തമായി ആലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കണം അവന്റെ സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. സുഹൃത്തുക്കൾ നല്ലതാണെങ്കിൽ പലപ്പോഴും നമ്മളും നന്നായും. ഇനി സുഹൃത്തുക്കൾ മോശമാണെങ്കിൽ പലപ്പോഴും നമ്മളും മോശമായി പോകും. കാരണം പലപ്പോഴും യഥാർത്ഥ സുഹൃത്തുക്കൾ, ആത്മമിത്രങ്ങൾ, അവരെ പിണക്കുന്ന, അവരെ വിഷമിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ പലപ്പോഴും മടിക്കുന്നവരാണ്. കാരണം അവരുടെ സ്നേഹം നമുക്ക് നഷ്ടപ്പെടുമെന്ന ഭയം, അല്ലെങ്കിൽ അവർ നമ്മളെ വിട്ടുപോകുമെന്ന, അല്ലെങ്കിൽ അവരുടെ സഹായവും അവരുടെ രക്ഷയും, അല്ലെങ്കിൽ അവരുമായി നമുക്ക് ലഭിക്കുന്ന മറ്റു ഗുണങ്ങളൊക്കെ നമുക്ക് ഇല്ലാതെയായി പോകുമോ എന്ന ആ ഭയത്തിൽ നിന്ന് ആ സുഹൃത്ത് ബന്ധങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നമ്മൾ നടത്തും. അപ്പൊ അവനക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ആയിരിക്കും നമ്മൾ നടക്കുക. അതുകൊണ്ട് തന്നെ നല്ല കൂട്ടുകാരാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നമ്മളും ആ വഴിയെ നന്നാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി മോശം കൂട്ടുകാരെയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നമ്മൾ കേടുവരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കണം. പലപ്പോഴും ചില കൂട്ടുകാർ, എല്ലാവരുമല്ല, ചില കൂട്ടുകാർ പലപ്പോഴും കൂട്ടുകൂടുന്നവന്റെ സാമ്പത്തിക ആസ്തി കണ്ടിട്ടായിരിക്കും. അതിൽ മറ്റെന്തെങ്കിലും ഉപകാരം അവരിൽ നിന്ന് ലഭിക്കുമെന്ന് കണ്ടിട്ടായിരിക്കും. ആ ഉപകാരം അവരിൽ നിന്ന് കിട്ടാതെയാകുമ്പോൾ, നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവനിലുള്ള പൈസ കഴിഞ്ഞു പോകുമ്പോൾ ആ കൂട്ടുകാരൻ പലപ്പോഴും കറിവേപ്പിലൊക്കെ സമമായിരിക്കും. അങ്ങനെ കൂട്ടുകൂടാൻ വരുന്ന ആളുകളെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം അവർ പലപ്പോഴും നമ്മുടെ ഹൃദയം കവർന്നെടുത്തിട്ടുണ്ടാവും. ഹൃദയത്തിൽ അവർക്ക് ആയിട്ട് നമ്മൾ വലിയ സ്ഥാനവും നൽകിയിട്ടുണ്ടാവും. പക്ഷെ അവരുടെ ലക്ഷ്യം മറ്റൊന്നാവും. ആ ലക്ഷ്യത്തിലേക്ക് അവർ എത്തിയിരുന്നതോടുകൂടെ അവർ നമ്മെ ഒഴിവാക്കി മറ്റു ഇരകളെ തേടിപ്പോവും. അത് നമുക്ക് താങ്ങാവുന്നതും അപ്പുറമായി പോകും. അതുകൊണ്ട് നമ്മളിലേക്ക് കൂടെ വരുന്നവർ, നമ്മളെ കൂട്ടുകാരായി, ആത്മമിത്രങ്ങളായി വരുന്നവർ എത്തരക്കാരാണെന്നും എന്ത് ലക്ഷ്യമാണ് അവർക്കുള്ളത് എന്നും നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ അതിൻ്റെ നഷ്ടം അനുഭവിക്കാനുള്ളത് നമ്മളാണ്. നമ്മളുടെ അടുത്തേക്ക് വരുന്നവനോ തിരിച്ചു പോവുകയും ചെയ്യുന്നവന് ഒരുപക്ഷെ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് മാനസികമായ ആഘാതം സൃഷ്ടിക്കുന്നത് നമ്മളെ ആയിരിക്കും. അതുകൊണ്ട് ഗുണങ്ങൾ നോക്കിക്കൊണ്ട്, അഥവാ എന്തെങ്കിലും ഒന്ന് ലഭിക്കാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് കൂട്ടുകാരായി വരുന്നവരെ പലപ്പോഴും കൂട്ടുകാരാക്കരുത് എന്നല്ല, മറിച്ച് ആത്മമിത്രങ്ങളാക്കരുത്. അത് ഉപകാരത്തേക്കാൾ ഏറെ ഉപദ്രവം ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് അവരുടെ സ്വഭാവവും. അവർ കള്ളുകൂടിയന്മാരാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു മോശത്തരങ്ങളിലേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ അവർ നമ്മയും ആ വഴിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തും. ഒരുപാട് ആളുകൾ കള്ളുകുടിക്ക് അഡിക്റ്റ് ആയതിന്റെ കാരണം, അതിലേക്ക് പോകാനുള്ള കാരണം, അല്ലെങ്കിൽ തെറ്റായ മറ്റു വഴിയിലേക്ക് പോകാനുള്ള കാരണം അവരുടെ സുഹൃത്തുക്കളാണ്. അതിൽ ആൺകുട്ടികളാണെങ്കിലും ശരി, പെൺകുട്ടികളാണെങ്കിലും ശരി, സുഹൃത്തുക്കൾ മുഖേന തെറ്റിലേക്ക് പോയവർ ഒരുപാടാണ്.
അതുകൊണ്ട് സുഹൃത്തുക്കളായി നമ്മളിലേക്ക് വരുന്നവർ എത്തരക്കാരാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല എങ്കിൽ, നോക്കിയിട്ടില്ല എങ്കിൽ, പതിയെ പതിയെ അവരുടെ സ്വഭാവം ആ സ്വഭാവത്തിലേക്ക് നമ്മയും എത്തിക്കും. അത് 90% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂട്ടുകൂടുന്നവർ എത്തരക്കാരാണെന്നും അവരുടെ സ്വഭാവം എങ്ങനെയാണെന്നും വളരെയധികം ശ്രദ്ധാപൂർവം നോക്കിയിരിക്കണം. എങ്ങനെയാണെങ്കിലും ശരി, എത്ര വലിയ കൂട്ടുകാരാണെങ്കിലും ശരി, മനുഷ്യനാണ്. ഏത് സമയവും സ്വഭാവം മാറാം, സാഹചര്യങ്ങൾ മാറാം, എന്നെ വിട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു അവസരവും അങ്ങനെ ഒരു ചാൻസും ഉണ്ട് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. ഇല്ല എങ്കിൽ അപ്രതീക്ഷിതമായ അവന്റെ വിടവാങ്ങൽ, ഒഴിവാക്കൽ, അവഗണന, അതൊരു പക്ഷെ നമുക്ക് താങ്ങാൻ കഴിയാതെ നമ്മൾ മാനസികമായ നിലതെറ്റി ഭ്രാന്തനെ പോലെ അലയേണ്ട അവസ്ഥ വരും. അത് പലപ്പോഴും സുഹൃത്ത് ബന്ധത്തിൽ മാത്രമല്ല, ഏത് ബന്ധമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏത് ബന്ധത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും, ഏതൊരു സമയം വരുമ്പോഴേക്കും ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പക്ഷെ ഇവൻ എന്നെ വിട്ടു പോവാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മുടെ മനസ്സിന് എപ്പോഴും നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം. ഇല്ല എങ്കിൽ അത് ഒരു പക്ഷെ നമുക്ക് താങ്ങാൻ കഴിയാതെ വരും.